നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധ രംഗത്തെ ഉപദേശകനായി വന്നു പിന്നെ ഗുരുവായി മാറിയ അജിത് ഡോവലിനെ ഏവർക്കും ഇന്നറിയാം. അതുപോലെ എത്ര തന്ത്രജ്ഞരായ ഉപദേഷ്ടാക്കളുണ്ട് മോദിക്ക്. എന്തായാലും അത്തരത്തിലുള്ള ഒരാളുടെ പേര് രാജ്യമെന്ന് ചർച്ച ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയുടെ നിയമമേഖലയിലെ ചാണക്യനെന്നു വേണമെങ്കിൽ വിളിക്കാം ഈ IAS ഓഫീസറെ. കേരള കേഡർ ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ. 2013 പ്രതിപക്ഷത്തിരുന്ന BJP തൊട്ട് അടുത്ത വർഷം കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയതിന് ചുക്കാൻ പിടിച്ച ആ വ്യക്തി ഇപ്പോൾ വാർത്തകൾ ഇടം നേടുകയാണ്. അത് മറ്റാരുമല്ല, BJPയുടെ ചാണക്യ ബുദ്ധിയുള്ള ഇതേ ഗ്യാനേഷ് കുമാറാണ്. 3 വട്ടം മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയതിൽ, ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിൽ, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഒക്കെ നിർണായക പങ്ക് വഹിച്ച ഗ്യാനേഷ് കുമാറിന്റെ അടുത്ത ദൗത്യം ഈ വർഷം ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകും. അകന്നും അടുത്തും നിൽക്കുന്ന ജിതേഷ് കുമാറിനെ കൈവിടാതെ ഒതുക്കുക എന്നതാകും ഗ്യാനേഷ് കുമാറിന്റെ ആദ്യ ചുമതല. 1980 BJP സ്ഥാപിക്കപ്പെട്ട ശേഷം 1984 ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് 2 ലോക്സഭാ സീറ്റുകളാണ് ആകെ പാർട്ടി ജയിച്ചത്. 1996 ആദ്യമായി BJP ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി. പക്ഷേ ഗവൺമെന്റ് അസ്ഥിരമായിരുന്നു. 1998 99 2024 BJP തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 3 തവണയും കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി. 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP തനിച്ച് ഭൂരിപക്ഷം നേടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റ് ഒറ്റയ്ക്ക് നേടി. 1991 മുതൽ 96 വരെയും 2004 മുതൽ 2014 വരെയും ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി പ്രവർത്തിച്ചു. BJPയെ തിരികെ അധികാരത്തിൽ എത്തിക്കുന്നതിന്റെ സൂത്രധാരൻ ഗ്യാനേഷ് കുമാർ ആയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ എതിർപ്പ് പോലും അവഗണിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാർ എത്തിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, BJPയെ കൃത്യമായി ചരട് വലിച്ച് നിയന്ത്രിക്കുക ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെയാണ്. BJP ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയുന്ന പല പദ്ധതികൾക്കും പിന്നിൽ ഗ്യാനേഷ് കുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ മികവുണ്ട്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിലും ഈ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം നിർണായകമായിരുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്നതായിരുന്നു ആർട്ടിക്കിൾ 370. ഇത് കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന ബിൽ തയ്യാറാക്കുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ഗ്യാനേഷ് കുമാർ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ഗ്യാനേഷ് കുമാറിന്റെ നിയമനത്തിന് മറ്റൊരു കാരണം ഇനി തേടേണ്ട ആവശ്യമില്ല. 1988 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാർ ആഗ്ര സ്വദേശിയാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ എത്തിയതോടെ കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകളും കൈകാര്യം ചെയ്യാനുള്ള ചുമതലയാണ് കേന്ദ്രം നൽകിയത്. ഇതെല്ലാം ഭംഗിയായി നിർവഹിച്ചതിലൂടെയാണ് രാജ്യത്തെ തന്നെ സുപ്രധാനമായ പദവിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേര ഉറപ്പിച്ചത്. ഈ വർഷം ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകും ഗ്യാനേഷ് കുമാറിന്റെ ആദ്യ ചുമതല. അടുത്ത വർഷം ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഗ്യാനേഷ് കുമാറിന്റെ നിയന്ത്രണത്തിൽ നടക്കുക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.